Assalamualaikum. Alhamdulillah, അപ്പോൾ നമ്മൾ എവിടെ എത്തി? സൂറ യൂസുഫിലെ ആയ നമ്പർ 41 വരെ എത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം എത്തിയത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രിസണേഴ്സ് വന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവരുടെ 2 ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി ഇസ്ലാം കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ കിങ്ങിന് വൈൻ സെർവ് ചെയ്യും, മറ്റേ ആള് ഹീൽ ബി ക്രൂസിഫൈഡ് ബട്ട് ആൻഡ് ബേർഡ്സ് വിൽ ഈറ്റ് ഫ്രം ഹിസ് ഹെഡ് എന്ന് പറഞ്ഞു, റൈറ്റ്? എന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ഇപ്പൊ ആയ നമ്പർ 42 പറയാണ്, യൂസുഫ് അലൈഹി ഇസ്ലാം ആരോടാണെന്നറിയോ? ആ ജീവിച്ചിരിക്കുന്ന ആള് എന്ന് വെച്ചാൽ കിങ്ങിന് വൈൻ സെർവ് ചെയ്യുമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ അടുത്ത് പറയാണ്, കിങ്ങിന്റെ അടുത്ത് പോകുമ്പോൾ പറയണം, ഡോണ്ട് ഫർഗെറ്റ് ടു മെൻഷൻ മൈ നെയിം, കാരണം ഐ എം ഹിയർ ഇൻ ദ പ്രിസൺ ഫോർ സോ മെനി ഇയേഴ്സ് ആൻഡ് ഫോർ നത്തിങ്, ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഐ എം നോട്ട് ഡൺ എനിത്തിങ് റോങ്, ബട്ട് സ്റ്റിൽ ഐ എം ഇൻ ദ പ്രിസൺ ഫോർ സോ മെനി ഇയേഴ്സ്. അതുകൊണ്ട് എന്നെ കുറിച്ചൊന്ന് കിങ്ങിന്റെ അടുത്ത് മെൻഷൻ ചെയ്യണമെന്ന് അതിലൊരു പ്രിസണറുടെ അടുത്ത് പറയും. ബട്ട് ഷെയ്ത്താൻ മേഡ് ഹിം ഫർഗെറ്റ്. ഓക്കെ, പുള്ളി മറന്നുപോയി കിങ്ങിന്റെ അടുത്ത് പറയാനായിട്ട്. അഗെയിൻ കുറേ വർഷം യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കിടന്നു. ഓക്കെ, പിന്നെയും കുറെ വർഷങ്ങളായിട്ട് യൂസുഫ് അലൈഹിസ്സലാം പ്രിസണിൽ കിടക്കുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കിങ് ഒരു സ്വപ്നം കാണുന്നു. ഓക്കെ, കിങ് കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 പശുക്കള്, 7 തടിയൻ പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നണം. ഓക്കെ, പിന്നെ കാണുന്നത് 7 ഗ്രീൻ സ്പൈക്സ്. എന്നുവെച്ചാൽ സ്പൈക്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കുറെ ഗ്രെയിൻസ് ഒക്കെ, ഈ കോണിന്റെ ഒക്കെ ഇങ്ങനെ കുറെ കോൺ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഇരിക്കുന്ന നീണ്ട ഒരു സംഭവമില്ലേ, സ്പൈക്സ്. അപ്പൊ കുറെ ഒരു 7 ഗ്രീൻ സ്പൈക്സ് കാണുന്നു. അതേപോലെ തന്നെ 7 ഡ്രൈ ആയിട്ടുള്ള സ്പൈക്സ് കാണുന്നു. ഓക്കെ, ഇതാണ് കിങ് കാണുന്ന ഡ്രീം. അപ്പൊ കിങ് ഇത് എന്ത് ചെയ്യും? കിങ്ങിന്റെ നമ്മുടെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിവരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കിങ്ങിന്റെ കോർട്ടില്. അവരോട് പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം കണ്ട്, നിങ്ങൾ അതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്താൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് ഈ സംഭവം എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കാണെങ്കിൽ വലിയ വിവരമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവര് കിങ്ങിന്റെ അടുത്ത് പറയും, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ മീനിങ്ലെസ് ആയിട്ടുള്ള കൺഫ്യൂസ് ആയിട്ടുള്ള കുറെ ഡ്രീംസ് ആണ്, വി ഡോണ്ട് ഹാവ് ദ നോളജ് ടു ഇന്റർപ്രറ്റ് ഓൾ ദിസ് എന്ന് അവര് പറയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആരുണ്ട്? നമ്മളുടെ 2 പേരുടെ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തില്ലേ യൂസുഫ് അലൈഹി ഇസ്ലാം? അതിൽ ഒരാളോട് പറഞ്ഞില്ലേ, കിങ്ങിന്റെ അടുത്ത് എന്റെ കാര്യം മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പെട്ടെന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാര്യം ആലോചിച്ചു. അപ്പൊ പുള്ളി വിചാരിച്ചു, യൂസുഫ് അലൈഹി ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഇന്റർപ്രറ്റ് ദിസ് ഡ്രീം. അപ്പൊ പുള്ളി രാജാവിന്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കുമോ? ഞാനൊന്ന് ജയിലിൽ പോയിട്ട് ഞാനൊന്ന് പറയാം, യൂസുഫ് അലൈഹി ഇസ്ലാമത്തെ ഈ കഥ പറഞ്ഞിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് പല ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട്, പിന്നെ അതിന്റെ കൂടെ കിങ്ങിന്റെ മുമ്പിൽ വലിയ ആളാവാനും പറ്റുമല്ലോ, ഇത് ഒരു ഇന്റർപ്രിട്ടേഷനൊക്കെ സ്വയം പോയി ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പൊ അങ്ങനെ രണ്ട് ചെറിയ ഉദ്ദേശങ്ങളുമായിട്ടാണ് പുള്ളി പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്തേലും എന്നിട്ട് വിളിക്കുന്നത് യാ അയ്യുഹ സിദ്ദീഖു എന്നാണ് വിളിക്കണത്. ഓ മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് വിളിക്കണേ. ഭയങ്കര എക്സൈറ്റ്മെന്റില്. അപ്പോ അത്രയും വലിയ എക്സൈറ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ഒരു കാര്യം യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞിട്ട് പുള്ളി മറന്നുപോയതാണ്. അപ്പൊ അത് കവർ ചെയ്യാനാണോന്നും അറിയില്ല, വി ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി. ബട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം വളരെ ഹാപ്പി ആയിട്ട് പുള്ളിയെ വെൽക്കം ചെയ്ത്. ഹി നെവർ സെഡ്, കണ്ടാ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ല, പോയി കിങ്ങിന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ പിന്നെ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രിസണിൽ കിടക്കുകയാണ്, എന്നിട്ട് ഞാൻ അനുഭവിച്ചില്ലേ, നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെയൊന്നും യൂസുഫ് അലൈഹി ഇസ്ലാം പറയാനൊന്നും പോയൊന്നുമില്ല, ഒരു ബ്ലെയിമും ഇല്ല, ഒന്നുമില്ല. ഹി നോസ് ഇറ്റ്സ് ഓൾ അല്ലാഹ്സ് പ്ലാൻ. ഓക്കെ, ദർ ഇസ് നത്തിങ് ടു ബ്ലെയിം. അങ്ങനെ ഒരു സാധനം അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഒരു സാധനം യൂസുഫ് അലൈഹി ഇസ്ലാം പുള്ളിയുടെ അടുത്ത് പറഞ്ഞില്ല, ഒരു ബ്ലെയിം ഗെയിമോ ഒന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. ഓക്കെ, ബിക്കോസ് ഹി ഈസ് വെരി വൈസ് ആൻഡ് ഹി നോസ്. ഓക്കെ, ഹി ഹാസ് ലോട്ട് ഓഫ് സബർ ആൻഡ് ഹി നോസ് ദാറ്റ് ഇറ്റ്സ് ഓൾ അല്ലാഹ്സ് പ്ലാൻ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ഈ ഡ്രീം ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് പറയുന്നു, ഇത് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞില്ല, ഞാൻ എന്നെ കുറിച്ച് ഒന്നും കിങ്ങിന്റെ അടുത്ത് പറയാത്തത് കൊണ്ട് ഞാൻ ഈ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്ത് തരൂല എന്നൊക്കെ നമ്മളൊക്കെ പറയണ പോലെ ഒന്നും പറഞ്ഞില്ല. ഹി സെഡ് യെസ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയണേ. എന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം എന്ത് ചെയ്യും? ആ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യാണ്. ഓക്കെ,
എന്നിട്ട് പറയും, അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, ഈ ഡ്രീമിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷം നിങ്ങൾക്ക് ഭയങ്കര സുഭിക്ഷമായിട്ട് നിങ്ങൾ കൃഷി ചെയ്യും, നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കൃഷി ഫുഡെല്ലാം നിങ്ങൾ സേവ് ചെയ്യും. അങ്ങനെ ഒരു 7 വർഷം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ അതിൽ കുറെ സാധനങ്ങൾ ഈ സ്പൈസിൽ തന്നെ സേവ് ചെയ്ത് വെക്കും, കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 7 വർഷം വരും. ആ 7 വർഷം ഫുൾ ഡ്രൗട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ ദാരിദ്ര്യവും, മഴ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഭയങ്കര ഒരു കൃഷി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകും. ആ സമയത്ത് നിങ്ങൾ ഈ സേവ് ചെയ്ത് വെച്ചിരുന്ന് കുറച്ച് യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം നിങ്ങൾക്ക് സുഭിക്ഷമായിട്ടുള്ള നിറച്ച് റെയിനും എല്ലാ സംഭവങ്ങളും ഒക്കെ ഉള്ള ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രേപ്സ് ഉണ്ടാവും, വൈൻ ഉണ്ടാവും, ഗ്രേപ്പ് ജ്യൂസ്, വൈന്, ദെൻ ഓൾ കൃഷി സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡേ വരും. 1 വർഷം അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കഥ ചെന്നിട്ട് ഈ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്തത് പോയിട്ട് ഇദ്ദേഹം കിങ്ങിന്റെ അടുത്ത് പറയാണ്. ഓക്കെ, കിങ്ങിന്റെ അടുത്ത് പറഞ്ഞപ്പോ കിങ് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, കിങ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കിങ്ങിന് ഇപ്പൊ തന്നെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ കിട്ടണം. ഓക്കെ, കിങ് പറയും, വേഗം പോയിട്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പൊ തന്നെ ഐ വോണ്ട് ഹിം ഔട്ട് ഓഫ് ദി ജയിൽ, ഐ വോണ്ട് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് ചോദിക്കും. ബട്ട് യൂസുഫ് അലൈഹി സ്വലാം അതിന് എന്താണ് ഉത്തരം പറയുക, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ടാറ്റാ.